ശാലി 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 ശാലി. സോറി. എന്തിന്? അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചതിന്. ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം ഈ ഒരു സോറിയുടെ ആവശ്യമില്ല. ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നല്ലോ. അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് പറ്റിപ്പോയതാ. അച്ഛൻ ആ വിളിയങ്ങ് ഉറപ്പിച്ചു അല്ലേ? അച്ഛന്റെ ഓർമ്മക്കുറവിനെ നിങ്ങൾ മുതലെടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ശാലിനി എന്തോ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ മാഡം വിളിയും നിർത്തി. പരിഹാസത്തിലാണെങ്കിലും മാഡം എന്നാണല്ലോ എന്നെ അഭിസംബോധന ചെയ്തിരുന്നത്. ശരി, ഇനി എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ മതി. ഞാൻ ആരോടും അടുപ്പം കൂടാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. എന്നോട് അടുപ്പം കൂടാൻ വേണ്ടി വരുന്നവര് എന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് വരുന്നവരാണ്. എനിക്ക് അങ്ങനെ വരുന്നവരുമായിട്ട് ചെങ്ങാത്തമുള്ളൂ. ഇന്നലത്തെ സംഭവത്തിൽ ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഞാനും. പാവക്കളെ. മക്കളെ, വൈകിട്ട് ശിവനങ്ങൾ വരാതെ സ്കൂൾ കോമ്പൗണ്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങരുതേ. ഓരോരോ വാർത്തകൾ കേട്ടിട്ട് ഉയിര് പോയാ ഞാനിവിടെ നിൽക്കുന്നത്. ഇവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോന്നാണോ സത്യം പറയുന്നേ? എങ്കിലേ പിറ്റേന്ന് അവര് വന്ന് സമസ്ത അപരാധവും പറഞ്ഞ് കാല് വീണ് മാപ്പി ചോദിക്കും. ഇവരെ ഒന്ന് തിരിച്ചെടുക്കാവുന്നു. അത്രയ്ക്ക് വേണ്ടരാ രണ്ടും. ശിവ, ഇനി എന്തിനാ താമസം? അടുത്ത ദിവസം തന്നെ ചെറുവള്ളിപ്പാടത്ത് പണി ആരംഭിച്ചിരിക്കണം. ശാലിനി വിവരങ്ങൾ അറിഞ്ഞ് എതിർപണിയായി വരുന്നതിന് മുമ്പ് അവൾ കനങ്ങാൻ പറ്റാത്ത രീതിയിൽ, നമ്മളെ എതിർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മറുപണി നമ്മൾ കൊടുക്കണം. അതായത് അവൾ നമ്മുടെ പണി ബ്ലോക്ക് ആക്കുന്നതിന് മുമ്പ് അവളുടെ പണി നമ്മൾ ബ്ലോക്ക് ആക്കുന്നു എന്ന്. അവൾക്ക് മുന്നിൽ ഡെയ്സി ഫൗണ്ടേഷൻ ഒരു കൂറ്റൻ മണിമാളിക കെട്ടിപ്പൊക്കുമ്പോ നിസ്സഹായായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതെ നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ജില്ലാ കളക്ടർ. ആ അവസ്ഥയിലേക്ക് ശാലിനി നമ്മൾ എത്തിക്കണം. ആ കാഴ്ച എനിക്ക് കാണണം. ഈ കാഴ്ച അവൾക്കായി ഒരുക്കിയത് ഞാനാണെന്ന് അഹങ്കാരത്തോടെ എനിക്ക് അവളോട് പറയുകയും വേണം. അവൾക്കെതിരെയുള്ള എന്റെ രണ്ടാം വരവിന്റെ ചൂടറിയിച്ചുകൊണ്ട് ഒരു നിഴൽ പോലെ ഞാൻ അവളുടെ ജീവിതത്തിൽ ഒരു കരടായും കനലായും ഉണ്ടാവും എനിക്കറിയിക്കണം. അപ്പൊ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതായിരിക്കും അവൾക്കെതിരെയുള്ള എന്റെ പടപ്പുറപ്പാടിന്റെ ശംഖുവിളി. ശാലിനി, നീ ഒരുങ്ങിയിരുന്നു. നിനക്കെതിരെയുള്ള എന്റെ ആയുധങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. തടയാൻ ശക്തി ഉണ്ടെങ്കിലേ മുന്നോട്ട് വരാവൂ, ഇല്ലെങ്കിൽ വെറുതെ വന്ന് നാണം കിടും. കൊടുത്തോളൂ. ഞാനപ്പോ വന്ന് പെട്ടത് കറക്റ്റ് സ്ഥലത്താണല്ലേ? കളക്ടർ ശാലിനിയുടെ ശല്യം കാരണം ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എനിക്കവിടെ. എന്തിനും കുറ്റം. കളക്ടറേറ്റ് മാത്രമല്ല അവർ ഭരിക്കുന്നത്, കേരളം മൊത്തം ഭരിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു കൂച്ചുവിലങ്ങ് അവർക്ക് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൂച്ചുവിലങ്ങാണ് ഇടുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഈ കൂട്ടുകെട്ട് ഒരു നല്ല തുടക്കം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇത് കുഴിച്ചു മൂടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നാനാ ഭാഗത്തുനിന്നും ഉണ്ടാവും. പ്രത്യേകിച്ച് കളക്ടറുടെ ഭാഗത്തുനിന്നും. ഒന്നിച്ചു നിന്നാ എല്ലാവർക്കും അതൊരു ഗുണമാകും.
പണം ഇറക്കാനുള്ളവർ എന്റെ കയ്യിൽ ഭദ്രമാണ്. അവർക്ക് വേണ്ടത് നടത്തിപ്പവകാശമല്ല, ബിസിനസ് അവകാശം മാത്രം. തലപ്പത്ത് പല്ലവരുടെയും കാശിന് വലിയൊരു ഹോസ്പിറ്റലിന്റെ ചുമതല. നമുക്ക് 4 പേർക്കും ഒന്നാലോചിച്ച് നോക്കിക്കേ. ദാ, നോക്ക്. അയ്യോ മാഡം, ഇത് മാഡത്തിന്റെ സിഗ്നേച്ചർ ആണല്ലോ. അപ്പൊ സംശയിക്കേണ്ടത് ജോൺ എബ്രാഹിമിനെ തന്നെയാ. അയാൾ അറിയാതെ ഇതാ ഫയലുകൾക്കുള്ളിൽ വരില്ല. ആ CCTV ഒന്ന് പരിശോധിക്കണം. പക്ഷെ ഇവിടെ CCTV ഉള്ള കാര്യം അയാൾക്ക് അറിയാലോ മാഡം. അയാൾ മറ്റെന്തോ വഴിയിലൂടെ ആയിരിക്കണം ഈ തിരിമറി കാണിച്ചിട്ടുള്ളത്. കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാ? അയാൾ അയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും അതിനേക്കാൾ ശക്തിയായി മടങ്ങി വരും. ഇവിടെ ഇപ്പോൾ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചെറുവള്ളി പാടശേഖരത്തിൽ ഒരു റീവെരിഫിക്കേഷൻ വെക്കണം. എന്നിട്ട് വയൽ നികത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടമയ്ക്ക് ഒരു റിവൈസ്ഡ് ഓർഡർ കൊടുക്കണം ഇമ്മീഡിയറ്റ്ലി. ഓക്കെ മാഡം.